ഹലോ എല്ലാവർക്കും ഹാപ്പി വിഷു. ലൈറ്റായി പോയിന്നറിയാം, പക്ഷേ ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നീതൂസ് ഇൻ ന്യൂസിലാൻഡ്. ഇന്നത്തെ വീഡിയോ നമ്മൾ സൗത്ത് ഐലൻഡ് ട്രിപ്പ് പോയതായിരുന്നു. നമ്മൾ ന്യൂസിലാൻഡിലാണുള്ളത്. അപ്പോൾ ന്യൂസിലാൻഡ് എന്ന് പറയുന്നത് സൗത്ത് ആൻഡ് നോർത്ത് രണ്ട് ഐലൻഡാണ്. അപ്പോൾ നമുക്ക് റോഡ് മാർഗം നോർത്തിൽ നിന്ന് സൗത്ത് പോകാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഫെറിയാണ് ഓപ്ഷൻ ഉള്ളത്. നമ്മൾ ഫ്ലൈറ്റ് ഓപ്ഷനാണ് തിരഞ്ഞെടുത്തത്. കറൻ്റ്ലി നമ്മൾ നോർത്ത് ഐലൻഡിലാണ് താമസിക്കുന്നത്. അപ്പോൾ സൗത്ത് ഐലൻഡിലോട്ടാണ് നമ്മൾ പോകുന്നത്. സൗത്ത് ഐലൻഡാണ് ന്യൂസിലാൻഡിലെ ടൂറിസ്റ്റ് പ്ലേസ്. അപ്പോൾ ന്യൂസിലാൻഡിൽ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ന്യൂസിലാൻഡിലെ ടൂറിസ്റ്റ് പ്ലേസിലോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. പിന്നെ ഇതായിരുന്നു ഫ്ലൈറ്റിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകൾ. നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു. അപ്പോൾ വെതറും നല്ല വെതറായിരുന്നു അന്ന്. ന്യൂസിലാൻഡിൽ നമ്മൾ ഒത്തിരി പേടിക്കേണ്ട ഒരു കാര്യമാണ് വെതർ. എപ്പോഴാണ് വെതർ ചേഞ്ച് ആവണമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ എക്സ്ട്രീം ലെവലിൽ പോവും, കാറ്റായാലും മഴയായാലും. പല യാത്രകളും നമുക്ക് മുടങ്ങേണ്ടതായിട്ടും വരും. പക്ഷെ ദൈവം അതിനുള്ള വഴിയൊന്നും വെച്ചില്ല. സേഫായിട്ട് നമ്മൾ ക്രൈസ്റ്റ് ചർച്ച് എത്തി. ഇതാണ് ക്രൈസ്റ്റ് ചർച്ച് എയർപോർട്ട്. അപ്പോൾ അവിടെ നമുക്ക് വണ്ടി, അതായത് നമ്മൾ ഒരു 17 സീറ്റ് വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വണ്ടിയായിട്ട് നമ്മുടെ എയർപോർട്ടിൽ നമ്മളെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ലഗേജൊക്കെ അടക്കം വണ്ടിയിൽ കയറി. അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ അത്ര ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. ഫ്ലൈറ്റ് ആയ കാരണം ഒരു 45 മിനിറ്റ്സ് അത്രയോ ഫ്ലൈ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് വില്ലിംഗ്ടണിൽ നിന്ന് ക്രൈസ്റ്റ് ചർച്ചിലേക്ക്. അപ്പോൾ നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വന്നതെങ്കിലും എല്ലാവർക്കും ചെറുതായിട്ട് വിശന്ന് തുടങ്ങിയായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് നമുക്ക് കുറച്ച് മലയാളി സാധനങ്ങൾ വാങ്ങണം. ക്രൈസ്റ്റ് ചർച്ച് വിട്ടാൽ പിന്നെ നമ്മുടേതായ സാധനങ്ങൾ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. ഇവിടുത്തെ ഷോപ്പുകളൊക്കെ ഉണ്ടാവും, ന്യൂ വേൾഡ്, പാക്ക് ആൻഡ് സേവ്. അപ്പോൾ നമ്മുടെ തനി നാടൻ മലയാളി ഡിഷസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ സാധനങ്ങൾ വേണമല്ലോ. അപ്പോൾ ഇവിടെ ഒരു ISM എന്ന് പറഞ്ഞൊരു കട ഉണ്ടായിരുന്നു നമ്മുടെ ക്രൈസ്റ്റ് ചർച്ചിൽ. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ ഒക്കെ പർച്ചേസ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത്. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, കുട്ടികൾക്കൊക്കെ വിശപ്പ് തുടങ്ങിയായിരുന്നു. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞപ്പോൾ ഫ്രോസൺ ആയിട്ടുള്ള കട്ട്ലേറ്റും പഴംപൊരിയും എല്ലാം അവർ തന്നെ അവരുടെ ഓവനിൽ വെച്ച് ചൂടാക്കി എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ എല്ലാവരും കട്ട്ലേറ്റ്, പഴംപൊരി, പരിപ്പുവട, ഉഴുന്നുവട എല്ലാം കഴിച്ചു. അപ്പം നിങ്ങളെല്ലാവരും ക്രൈസ്റ്റ് ചർച്ച് പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മലയാളി സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഇവരുടെ കടയിൽ കയറാം. നല്ല അടിപൊളി ചേട്ടന്മാരാണ്. അങ്ങനെ ആവശ്യത്തിലധികം സാധനങ്ങളെല്ലാം വാങ്ങി. നമ്മളിപ്പോൾ ഉള്ളത് ക്രൈസ്റ്റ് ചർച്ച് ഗാർഡനിലാണ്. ഇവിടെ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വിഷു സദ്യയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും എന്താ പറയുക, ചോറ് കറികളെല്ലാവരും നമ്മൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു വിഷു സദ്യയ്ക്ക് വേണ്ടത്. അപ്പം നമുക്ക് ഒരു ഫാമിലി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു നെൽസണിൽ നിന്ന്. നെൽസൺ എന്ന് പറയുന്നത് സൗത്ത് ഐലൻഡിൽ തന്നെയുള്ളതാണ്. അപ്പോൾ അവരുടെ കാറിനാണ് വന്നത്. അവർക്ക് ഫ്ലൈറ്റൊന്നും അതിലൊന്നും വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരാണ് മെയിൻ ചോറ് സാമ്പാറൊക്കെ കൊണ്ടുവന്നത്. പിന്നെ നമ്മളെല്ലാ കറികളും കൂട്ടി നമ്മളവിടെ പാർക്കിൽ ആദ്യം കുട്ടികളിരുന്നു, പിന്നെ നമ്മൾ അഡൾട്ട്സൊക്കെ ഇരുന്ന് വിഷു സദ്യ കഴിച്ചു. നല്ല ഹാപ്പിയായി. പിന്നെ നമ്മൾ നമ്മുടെ താമസ സ്ഥലത്തെത്തി. ഒരു 4-5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു. കുറേ കറികളൊക്കെ ബാക്കിയായിരുന്നു. അപ്പോൾ അന്നും നമ്മളങ്ങനെ അതൊക്കെ തന്നെയാണ് കഴിച്ചത്. ചോറ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫ്രോസൺ ചപ്പാത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നമ്മളുണ്ടാക്കി. പിന്നെ എല്ലാവരും പിറ്റേ ദിവസത്തേക്കുള്ള ഫുഡിൻ്റെ, അതായത് പിറ്റേ ദിവസം നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡിൻ്റെ ഒരുക്കത്തിലാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒരു കുക്കിങ്ങും അതിൻ്റെ ഇടയിൽ സംസാരവും തമാശകളും നല്ല അടിപൊളി വൈബായിരുന്നു. പിന്നെ ഫുഡിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മളിവിടുത്തെ ഫേമസ് റെസ്റ്റോറൻറ്റ് കേരള കാട്ടയിലെ ഷെഫിനെയും കൊണ്ടാണ് പോയത്. അപ്പോൾ പുള്ളിയായിരുന്നു എല്ലാം ചെയ്തത്. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇത് രാവിലത്തെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോട്ടുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് ഒരു 5 ബെഡ്റൂമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, എല്ലാ ബെഡ്റൂമിൽ നിന്നും നമുക്ക് ഡെക്കിലേക്ക് ആക്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് രാവിലത്തെ വ്യൂ. നല്ല തണുപ്പായിരുന്നു. പക്ഷേ രാവിലത്തെ വ്യൂ കണ്ട് ഇവിടെ ഇരുന്ന് ചായ കുടിക്കാനുള്ള സമയമൊന്നുമില്ല. നമ്മളൊരു 7 മണി ആയപ്പോഴേക്കും വെക്കേറ്റ് ചെയ്ത് നമ്മൾ പുറപ്പെട്ടു. കാരണം നമ്മുടെ ഇന്നലത്തെ ലിസ്റ്റിലുണ്ടായിരുന്നതാണ് ലേക്ക് ടിക്കാപ്പോ. പക്ഷേ എന്താ പറയുക, എന്തായാലും നമ്മൾ കറക്റ്റ് ഒന്നും നടക്കില്ലല്ലോ.
അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ നമുക്ക് ലേക്ക് ടിക്കാപ്പോയിലേക്ക് പോകണം. അപ്പോൾ എല്ലാം അടക്കി പറക്കി വെക്കുന്ന ഒരു തിരക്കിലാണ് എല്ലാവരും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു, ചപ്പാത്തി തന്നെ. അത് കഴിഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്ത് അവരെങ്ങനെയാണോ വീട് തന്നത് അതുപോലെ തന്നെ ക്ലീൻ ചെയ്താണ് നമ്മൾ കൊടുത്തത്. അല്ലെങ്കിൽ നമ്മുടെ റിവ്യൂസിനൊക്കെ ബാധിക്കും. അപ്പോൾ നമുക്ക് പിന്നത്തെ പ്രാവശ്യം നമ്മൾ വീടെടുക്കുമ്പോൾ നമുക്കത് തരാനായിട്ട് ചിലവർക്ക് ഒരു മടിയായിരിക്കും. അപ്പോൾ നമ്മൾ എവിടെ വീടെടുത്താലും നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് നമുക്ക് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു വീട് കിട്ടുന്നതിനൊക്കെ നല്ലതായിരിക്കും. കുട്ടികളൊക്കെ നല്ല അടിപൊളി എൻജോയ്മെൻ്റ് ആയിരുന്നു. കാരണം എല്ലാവരുടെയും പ്രായത്തിനനുസരിച്ച് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവരുടെ ഒത്തിരി അവരെ ഒത്തിരി കെയർ ചെയ്യേണ്ടി വരില്ല. അവർ നന്നായി എൻജോയ് ചെയ്യും. നമുക്കും ഒരു സ്ഥലത്ത് നിന്ന് എൻജോയ് ചെയ്യാം. ഇത് ആ വീടിൻ്റെ പുറകിലെ കുറച്ച് കാഴ്ചകളാണ്. എല്ലാവരും തലങ്ങും ഓടി നടക്കണം എല്ലാ സാധനങ്ങളും എടുത്തുവെന്ന് അറിയാൻ. നമുക്ക് ഇവിടെ ഈ സിറ്റ് ഔട്ടിലൊക്കെ വന്നിരിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള സമയമൊന്നും ഇന്നലെ കിട്ടിയില്ലായിരുന്നു. പിന്നെ ഇത് കുറേ വിറക് വെച്ചിട്ടുണ്ട് നമുക്ക് ഇട്ട് കത്തിച്ച്, അതായത് ഉള്ളിൽ കത്തിക്കാനായിട്ട്. ശരിക്കും നമ്മൾ ഹീറ്റർ ഇടുന്നേക്കാളും വിറക് കത്തിക്കുമ്പോൾ ഉള്ള ഒരു ചൂട് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര രസമാണ്. അവസാനമായപ്പോൾ നമ്മൾ കിടത്തി, കാരണം ഒത്തിരി ചൂടായിപ്പോയി. നമുക്ക് ഇത്രയും തണുപ്പ് വെളിയിലുള്ളപ്പോൾ നമ്മൾ ആ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് അത്രയും ചൂടെടുത്തു. പിന്നെ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒത്തിരി ഡൗൺ ആയി പോയായിരുന്നു. കാരണം നല്ല മഴയാണെങ്കിൽ നമുക്ക് ലേക്ക് ടിക്കാപ്പോയിൽ പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഹായ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സൗത്തിൽ ഓട്ടം സീസൺ ആയതുകൊണ്ട് തന്നെ ഇലകളൊക്കെ റെഡ്, ഓറഞ്ച്, മഞ്ഞ, അങ്ങനെ നല്ല രസമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ലേക്ക് ടിക്കാപ്പോ പോവാണ്. നമ്മുടെ വീട്ടിൽ നിന്നൊരു 1.5 hour ഡ്രൈവാണ് ലേക്ക് ടിക്കാപ്പോയിലേക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീടുള്ള വഴിയൊക്കെ ഇങ്ങനെയായിരുന്നു. ശരിക്കും ഈ മഞ്ഞുള്ള സമയത്തൊക്കെ വരികയാണെങ്കിൽ ഈ മലയൊക്കെ മഞ്ഞ് മൂടിക്കിടന്ന് ഒരു വേറൊരു ബ്യൂട്ടിയാണെന്നാണ് പറയുന്നത്. സൗത്ത് എല്ലാ സീസണിലും കാണാനായിട്ട് ബ്യൂട്ടിയാണ്, അതിൻ്റേതായ ബ്യൂട്ടി. അപ്പോൾ എല്ലാ സീസണും കാണണം എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ആദ്യം ഒരു സീസണാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ അധികം വൈകാതെ നമ്മൾ ഏറെ കാത്തിരുന്ന ലേക്ക് ടിക്കാപ്പോ എത്തി. എന്ത് ഭംഗിയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ വീഡിയോയിലൊന്നും ഒന്നുമില്ല ഭംഗി അതിൻ്റെ. നമ്മൾ ശരിക്കും കണ്ണുകൊണ്ട് കാണുന്ന ഭംഗി എന്ന് പറഞ്ഞാൽ നമ്മളവിടെ നിന്ന് പോവും. നമ്മളവിടെ കുറച്ച് നേരവും മെഴുകി. കാരണം നമ്മളിങ്ങനെ ഓരോ ഷെഡ്യൂൾ ഇടല്ലോ, പക്ഷെ ചില സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് പോരാൻ പറ്റില്ല. നമുക്ക് എത്ര ഫോട്ടോസ് എടുത്താലും മതിയാവില്ല, നമുക്ക് എത്ര നോക്കി നിന്നാലും മതിയാവില്ല. അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളുണ്ടാവില്ലേ. നീല കളറാണ് വെള്ളം, നമുക്ക് അടി വരെ കാണാം, അടിയിൽ വരെ അത്രയും ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ നമ്മളിവിടെ എത്തി. ഈ പാലത്തിൽ കൂടെ നമുക്ക് അപ്പുറത്ത് കിടക്കണം. ഇതാണ് ഒരു കിണറാണിത്. അപ്പം നമുക്ക് എന്തെങ്കിലും വിഷ് ഉണ്ടെങ്കിൽ നമുക്കത് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് നമുക്ക് നാണയം ഇതിൻ്റെ ഉള്ളിലിടാം. അപ്പോൾ അത് നടക്കുമെന്നാണ് വിശ്വാസം. അപ്പം നമ്മളും അങ്ങനെ വിചാരിച്ചിട്ടിട്ട് നടക്കുകയാണെങ്കിൽ പറയാം. പിന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും നമുക്ക് വേർത്താണ്. നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇത്രയും ഇതായിട്ട് പോകുമ്പോൾ നമുക്കൊരിക്കലും അയ്യോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വന്നു എന്ന് തോന്നില്ല. കാരണം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വാവ്. ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ നമ്മൾ അപ്പുറത്ത് എത്തി കഴിഞ്ഞാൽ നമുക്ക് ലേക്ക് ടിക്കാപ്പോയിലേക്കുള്ള എൻട്രിയാണ്. നമുക്ക് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണമെങ്കിൽ. പിന്നെ അങ്ങ് ദൂരെ കാണുന്നതാണ് ഗുഡ് ഷെപ്പേർഡ് ചർച്ച്. ഈ ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചു ചർച്ചാണ്. അത് കരിങ്കല്ലും കൊണ്ട് ഉണ്ടാക്കിയേക്കണതാണ് ആ ചർച്ച്. പക്ഷെ ഈ ലേക്ക് ടിക്കാപ്പോൻ്റെ തീരത്ത് ആ ചർച്ച് നിൽക്കുമ്പോൾ ആ ഒരു സീനിക് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. സ്റ്റണ്ണിങ് വ്യൂ. അപ്പോൾ ഇത് ഓട്ടം സീസൺ ആയതുകൊണ്ട് ഇപ്പം ഇങ്ങനെയാണ് വ്യൂ ഉള്ളത്. കുറച്ച് മഞ്ഞ ചെടികൾ, അതായത് ചെടികളുടെ ഇലകൾ മഞ്ഞയാവണത് ഓട്ടം സീസൺ ആയതുകൊണ്ട്. പക്ഷേ നമ്മുടെ ഫ്രണ്ട്സ് മുന്നേ മഞ്ഞുള്ളപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന മലകളൊക്കെ മഞ്ഞ് മൂടിക്കിടക്കായിരിക്കും. പിന്നെ ലാവൻഡർ സീസണിൽ ഇതൊക്കെ ലാവൻഡറാണ്. അപ്പോൾ ലാവൻഡർ സീസണിൽ വന്നു കഴിഞ്ഞാലും ഇങ്ങനെ ലാവൻഡർ പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. ഓരോ സീസണും ഓരോ ഭംഗിയാണെന്നാണ് പറയുന്നത്. ഇതും അടിപൊളിയാണ്, ഇതൊന്നും പറയാനില്ല ഈ സീസണും. അങ്ങനെ എല്ലാ സീസണും കാണണമെന്നാണ് നമ്മുടെ ആഗ്രഹം.
ഈ ലേക്കിൻ്റെ തീരത്ത് കിടക്കണ ഈ കല്ലുകളുണ്ടല്ലോ, ആ കല്ലുകളൊക്കെ നമ്മൾ കൂട്ടി കൂട്ടി വെച്ച് നമുക്ക് പല പല ഷേപ്പുകൾ ഉണ്ടാക്കാം. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിട്ട് ഓരോ ഷേപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചാൽ നടക്കുമെന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ തൊട്ടടുത്തുള്ള പാർക്കിൽ ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ കുട്ടികളൊക്കെ ഇതിലൊക്കെ കയറി ഇങ്ങനെ പോവാണ്. നല്ലൊരു എന്താ പറയുക, ഇത്രയും നല്ലൊരു വ്യൂവിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകണത് നല്ല അടിപൊളിയല്ലേ. അപ്പോൾ അവരൊക്കെ ഒത്തിരി എൻജോയ് ചെയ്തു. ശരിക്കും ഇങ്ങനെ ഭംഗി തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചെടികളുടെ ഇലകളൊക്കെ ഇങ്ങനെ മഞ്ഞ, ശരിക്കും മഞ്ഞ, ചില ഇലകളൊക്കെ ഓറഞ്ച് കളറൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു പോണ വഴിക്ക്. എല്ലാം ഒന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. പക്ഷേ ഈ മഞ്ഞ പിടിച്ച് നിൽക്കണതും എന്ത് രസമാണ് കാണാമെന്നറിയോ. പിന്നെ അവിടെ തൊട്ടടുത്തൊരു ഷോപ്പിംഗ് മോളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ വാങ്ങാം, ഗ്ലൗസോ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് എന്താ പറയുക, ഒത്തിരി സീനിക് വ്യൂകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ ഈ സ്ഥലം കൊള്ളാലോ എന്ന് വിചാരിച്ചാൽ അപ്പോൾ അവിടെ നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് നമുക്ക് കാണാം. പിന്നെ അവിടെ ഇങ്ങനെയുള്ള വ്യൂ പോയിന്റിൽ അവിടെ പാർക്കിങ്ങും ഉണ്ട് സ്പെഷ്യലായിട്ട്. അങ്ങനെയുള്ള ഒരു വ്യൂ പോയിൻ്റാണ് ഇത്. ഇതൊക്കെ എന്താ പറയുക, നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമ്മൾക്ക് അത്രയും രസമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ലേക്ക് ടിക്കാപ്പോന്ന് നമ്മൾ കണ്ട കുറേ ആൾക്കാർ നമ്മുടെ കൂടെ തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് ലേക്ക് പുക്കാക്കി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ അവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവർ എന്താ പറയുക, കുറച്ച് ഇങ്ങനത്തെ കുറേ അതിനെക്കുറിച്ച് ലൈക്കിനെക്കുറിച്ച് ഒക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വായിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് സീലിനൊക്കെ പിടിച്ച കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ലേക്ക് പുക്കാക്കി. എന്ത് രസമാണെന്ന് നോക്കിക്കേ, ആ ഒരു അകലേക്കുള്ള ഒരു വ്യൂ. അവിടെയൊക്കെ മഞ്ഞാണ് കേട്ടോ ശരിക്കും. പിന്നെ അവിടെ നമുക്ക് ഫുഡൊക്കെ കൊണ്ടുപോയി നമുക്ക് തന്നെ എന്താ പറയുക, കുക്ക് ചെയ്ത് കഴിക്കാം. ഇതാണ് ലേക്ക് പുക്കാക്കി. പിന്നെ അവിടെ നിന്ന് കുറച്ച് അത്ര നേരമൊന്നും നമ്മൾ സ്പെൻഡ് ചെയ്തില്ല, ഒരു ഹാഫ് ആൻ അവർ ജസ്റ്റ് ഒന്ന് കാണാൻ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ യാത്ര പുറപ്പെട്ടു. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മൗണ്ട് കുക്കാണ്. മൗണ്ട് കുക്ക് എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൻസ് ഉള്ള സ്ഥലമാണ്. ഒരു അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ എത്തുന്നതിന് മുന്നേ നമ്മൾ ഈ റോഡിൽ നിർത്തിയായിരുന്നു, കാരണം അത്ര അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ മൗണ്ട് കുക്കിൽ കുറേ വാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ ലുക്ക് ഔട്ട് പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരു ലുക്ക് ഔട്ട് പോയിൻറ്റിലോട്ട് നമ്മൾ ഒന്നര മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂറൊക്കെ നമ്മൾ വാക്ക് ചെയ്തിട്ട് ചെന്നെത്തുമ്പോൾ നല്ല അടിപൊളി ഒരു സീനിക് വ്യൂ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ കൂടെ പാരൻസൊക്കെ ഉണ്ടായ കാരണം നമ്മളൊരു 1 അവർ നടന്നിട്ട് കാണാൻ പറ്റണ ഒരു ലുക്ക് ഔട്ട് അത് മാത്രമാണ് നമ്മൾ പോയത്. ശരിക്കും പോയി കഴിഞ്ഞാൽ ഒരു 1 ഡേ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട് മൗണ്ട് കുക്ക്. പിന്നെ ഒരു ഹെലികോപ്റ്റർ സർവീസ് ഉണ്ട്, പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഏറ്റവും തുമ്പത്തെത്താം. പക്ഷേ അതിനൊക്കെ ഒത്തിരി സമയമെടുക്കും. അപ്പോൾ ഞങ്ങളിതേ അവിടെ ആ കാണുന്ന പാലല്ലേ, അവിടേക്കാണ് നമ്മൾ ഇവിടെ നിന്ന് നടന്ന് അങ്ങോട്ട് പോയി. അങ്ങ് അപ്പുറത്ത് എത്തുമ്പോഴാണ് ഒരു സീനിക് വ്യൂ ഉള്ളത്. നടന്ന് മടുത്തു. പിന്നെ എന്താ പറയുക, നല്ല ചെളിയൊക്കെ ആയിരുന്നു വഴി. എന്നാലും നമ്മൾ ഒരെണ്ണം കണ്ടു, നല്ല അടിപൊളിയാണ്. ഇവിടുത്തെ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പച്ച കളറാണ്, നല്ല പച്ച കളറാണ്. അറ്റ് എ ടൈം 20 പേർക്കാണ് നമുക്ക് ഈ പാലത്തിൽ കൂടെ പോകാൻ പറ്റത്തുള്ളൂ. ലേക്ക് ടിക്ക പോലെയുള്ള പാലം പോലെയല്ല ഇത്, ഭയങ്കര എന്താ പറയുക, മൂവിങ് ആണ്. അപ്പോൾ കുറച്ചൊരു നമുക്ക് പേടി തോന്നും ഈ പാലത്തിൽ കൂടെ. അങ്ങനെ വ്യൂ പോയിൻ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ ന്യൂ വേൾഡിലെത്തി. സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ നമ്മുടെ അക്കോമഡേഷനിലെത്തി. ഇതൊരു എന്താ പറയുക, ക്വാർട്ടേഴ്സ് പോലെയാണ്. നമ്മളൊരു 4 റൂം എടുത്തായിരുന്നു ഓരോ ഫാമിലിക്കായിട്ട്. ബങ്ക് ബെഡ് കുട്ടികൾക്ക്, പിന്നെ വലിയ ബെഡ്. പക്ഷെ നമ്മളവിടെ എത്തി, അതുപോലെ പിറ്റേ ദിവസത്തേക്കുള്ള കുക്കിങ് കാര്യങ്ങൾ ചെയ്തു. കോമൺ കിച്ചണായിരുന്നു, കോമൺ ടോയ്ലറ്റ് അങ്ങനെയായിരുന്നു. അതായത് ഒരു 3, 4, 5 ടോയ്ലറ്റ് ഒന്നിച്ച് അങ്ങനെയായിരുന്നു. അപ്പോൾ ഗേൾസിന് വേറെ ബോയ്സിന് വേറെ അങ്ങനെയായിരുന്നു. ഇത് ഒത്തിരി വലിയ സ്ഥലമാണ് കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കോമഡേഷൻ ഉണ്ട്.
പിന്നെ കുറച്ച് പ്ലേ ഏരിയ ഉണ്ട്, ക്യാമ്പ് വാൻസുകൾ ഒത്തിരി കാണാം. കാരണം ക്യാമ്പിങ്ങിനുള്ള സൈറ്റും കൂടിയാണിത് മെയിനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നപ്പോൾ അവിടെ ഒരു ലേക്ക് കണ്ടു. അപ്പോൾ നമ്മളത് കാണാനായിട്ട് പോകുകയാണ്. അപ്പോൾ ആ ലേക്ക് കാണാനായിട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അക്കോമഡേഷൻ കണ്ടത്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഈ അക്കോമഡേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഫിഷിങ്ങും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്താലാണ് ആ അക്കോമഡേഷൻ കിട്ടുള്ളൂ. അത് ഓൺലൈനിൽ നമ്മൾ കണ്ടില്ലായിരുന്നു അക്കോമഡേഷൻ, പക്ഷേ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ നമുക്ക് കിട്ടുമായിരിക്കും. അങ്ങനെ ഇതാണ് ലേക്ക് വ്യൂ. അപ്പോൾ നമ്മൾ അടുത്ത നമ്മുടെ നെക്സ്റ്റ് ഇതിപ്പോൾ 3-ാമത്തെ ദിവസമാണ്. അപ്പോൾ 3-ാമത്തെ ദിവസം എന്തൊക്കെയാണ് നമ്മുടെ ആക്ടിവിറ്റീസിൽ നിന്ന് അടുത്ത വീഡിയോസിൽ കാണാം. അപ്പോൾ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.